ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന ഹിന്ദു വിരുദ്ധ സമ്മേളനത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ ഭക്തസംഗമത്തിന്റെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയെന്ന് ആക്ഷേപം. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ച് പണം സമാഹരിക്കാനാണ് സർക്കാർ നീക്കമെന്നും വിമർശനം. ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ പതിവാക്കിയ DMK നേതാവ് M.K. സ്റ്റാലിനെ അയ്യപ്പ ഭക്ത സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായി ക്ഷണിക്കുമ്പോൾ അത് ഹൈന്ദവ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നാണ് വിമർശനം. M.K. സ്റ്റാലിന്റെ മകനും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞത് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വലിയ മുറിപ്പെടുത്തലാണ് ഉണ്ടാക്കിയത്. ശബരിമല യുവതീ പ്രവേശന വിവാദകാലത്ത് വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സമൂഹമാധ്യമങ്ങളിൽ കൂടി അറിയിച്ചതും വിശ്വാസികളെ വീണ്ടും വെല്ലുവിളിക്കുന്നതായി മാറി. കമ്മ്യൂണിസ്റ്റുകളുടെയും ഹൈന്ദവ വിരുദ്ധരുടെയും സമ്മേളനമാണ് പമ്പയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഹൈന്ദവ സംഘടനകളുടെ വിമർശനം. അയ്യപ്പസ്വാമിയെയും ശബരിമലയെയും മുൻനിർത്തി ഭക്തരെ കബളിപ്പിച്ച് വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പണസമാഹരണം നടത്താനുള്ള സർക്കാരിന്റെ നീക്കമാണ് പരിപാടിക്ക് പിന്നിലെന്ന് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഹൈന്ദവ വോട്ടുകളിൽ കണ്ണുവെച്ച സർക്കാർ നടത്തുന്ന ഗിമിക്കാണ് പമ്പയിൽ നടക്കാൻ പോകുന്നതെന്നും ആരോപണമുണ്ട്. നേരത്തെ ഹൈന്ദവ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി അയ്യപ്പ ഭക്ത സംഗമങ്ങൾ നടത്തിയപ്പോൾ അതിനോടൊന്നും സഹകരിക്കാതിരുന്ന സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഹസനവുമായി എന്തിനിറങ്ങുന്നു എന്നായിരുന്നു ചോദ്യം. ശബരിമല യുവതീ പ്രവേശന വിവാദ സമയത്ത് ആചാരലംഘനം നടത്താൻ മുന്നിട്ടിറങ്ങിയ ഇടത് സർക്കാരിൽ നിന്നും ഭക്തർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന സമാനതകളില്ലാത്ത ക്രൂരതകൾ ഓർമ്മിപ്പിച്ചാണ് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ഇടത് സർക്കാരിന്റെ ഇപ്പോഴത്തെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നത്. ഹൈന്ദവ സംഘടനകളോടൊന്നും കൂടിയാലോചനകൾ നടത്താതെയാണ് സെപ്റ്റംബർ 20 പമ്പ മണപ്പുറത്ത് ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ജനം, പത്തനംതിട്ട.